Good afternoon, all. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ എടുത്തോണ്ടാ വായിച്ചു നോക്കിയോ? വായിച്ചു Yes, നോക്കിയായിരുന്നോ? ma'am. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? എന്തായാലും നിങ്ങൾക്ക് സമയങ്ങളുണ്ട് അല്ലെ? എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇടയ്ക്കാണെങ്കിലും ചോദിക്കാം കേട്ടോ. പോകുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ആയിട്ട് ചോദിച്ചു പോവുക. പിന്നെ നമ്മൾ എവിടെ വരെയാ പറഞ്ഞു നിർത്തിയത് ഓർക്കുന്നുണ്ടോ? എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത് എന്നുള്ളത്? മോഡേൺ പീരിയഡ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. മോഡേൺ വരെ നമ്മൾ എടുത്തു നിർത്തി. എന്താണ് പ്രത്യേകിച്ച് അല്ലെ, നമ്മള് കുറച്ച് ജസ്റ്റ് പഴയ കാലഘട്ടത്തിലെ ഹിസ്റ്ററിയിലൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അല്ലെ, ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് പ്രിസ്ക്രിപ്ഷന്റെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ഹോസ്പിറ്റൽ ഇവല്യൂഷൻ ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ? ചാപ്റ്ററിന്റെ പേരൊന്നും കൂടെ പറയോ? ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ കാണിച്ചു തരാം. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ചാപ്റ്റർ 2 അല്ലേ? ഓക്കെ, നോട്ട് ചെയ്ത് കാണാം. അപ്പൊ തന്നെ നെക്സ്റ്റ് നമുക്കറിയാം. ഓക്കെ, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് അല്ലെ, എല്ലാവർക്കും നോട്ട് ചെയ്ത് ഞാൻ ചില അബ്രിവേഷൻസ് ഒക്കെ വരുമ്പോഴും ആദ്യം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവരെ എത്രയും പെട്ടെന്നൊക്കെ അത് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും അത് നോട്ട് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കുമല്ലോ. ഇങ്ങനെ എടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ കുഴപ്പമൊന്നും ഉണ്ടായാൽ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ മതിയില്ലേ? റെക്കോർഡ് ക്ലാസ് ആണ് കേട്ടത്, ഇതിന്റെ ലാസ്റ്റ് ക്ലാസ്സിന്റെ. കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അല്ലേ? റെക്കോർഡ് ക്ലാസ്സിൽ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? കുഴപ്പമില്ല, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോ മാർക്ക്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. എന്തായാലും ലൈവ് ക്ലാസ്സിൽ തന്നെ പരമാവധി അറ്റൻഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് നോട്ട് ചെയ്യേണ്ടതൊക്കെ അപ്പൊ തന്നെ നോട്ട് ചെയ്ത് പോകാം. റെക്കോർഡ് ക്ലാസ് ഇൻ കേസ് പറ്റാത്തവർക്കൊക്കെ റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ കൂടുക. കാരണം ഒരു ക്ലാസ് മിസ്സാക്കാതിരിക്കുക. ലൈവ് ക്ലാസ്സിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സിലേക്ക് കൾച്ചർ പോവുക. അപ്പൊ ഒന്നിച്ച് അല്ലെ, ഒന്നിച്ചുകൂടി നമുക്ക് ഒന്നിച്ച് കേൾക്കാതിരിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിലെ കുറച്ച് പോർഷൻസും കൂടെ നമുക്ക് എടുക്കാനുള്ളൂ. നമ്മൾ ആ പീരിയഡ്സ് ഒക്കെ ജസ്റ്റ് പറഞ്ഞു. ഇനി ഹോസ്പിറ്റൽ എവല്യൂഷൻ ഇന്ത്യൻ സെനാറിയോ പ്രീ ഇൻഡിപെൻഡൻസ് അല്ലെ, നമ്മുടെ ആ ഒരു ടൈമില് ഇൻഡിപെൻഡൻസിന്റെ കാലഘട്ടത്തിന്റെ അല്ലെ, ഇന്ത്യയിലെ സാഹചര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കണ്ടായിരുന്നു ഹിസ്റ്ററിയിൽ അല്ലെ, നമ്മൾ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വളർച്ച എന്നുള്ളത് കൂടി നമുക്ക് അറിയാം അല്ലെ. ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്? പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ care to the sick was considered as a provisional and spiritual by early rulers. അതായത് പഴയ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു എന്താണ് ആചാര്യന്മാരും വൈദ്യന്മാരും അല്ലെ, അവരൊക്കെ അവരുടേതായിട്ടുള്ള സെറമണിയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന സ്ഥലത്തൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് കെയറുകൾ അല്ലെ പ്രധാനമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ആത്മീയമായിട്ടുള്ള ഒരു രീതി അല്ലെ, ഒരു രീതിയിലാണ് അവലംബിച്ചു പോകുന്നത്. അതായത് നമുക്കറിയാം കുറച്ചും കൂടി അല്ലെ ഒരു വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് പോന്നിട്ട് അസുഖങ്ങൾ മാറ്റിയെടുക്കുന്ന ഒരു രീതിയൊക്കെയാണ്, ആ കൺസെപ്റ്റ് ഒക്കെയാണ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഫോളോ ചെയ്തിട്ടുള്ളത്. അന്നത്തെ കാലത്ത് മുനിമാരും മഹർഷിമാരൊക്കെയാണ് പ്രധാനമായിട്ട് ഫിസിഷ്യനൊക്കെ ആയിട്ട് പ്രധാനമായിട്ട് രംഗത്ത് വന്നു തുടങ്ങിയത്. ദെൻ സെക്കൻഡ് പോയിന്റിൽ നോക്കാം, ആത്രേയ എന്ന് പറയുന്നത് ആത്രേയ മഹർഷി അല്ലെ, ആത്രേയ മുനി എന്നൊക്കെ പറയുന്നത് ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ who lived in the University of Takshashila. അപ്പൊ നമ്മുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാല് തക്ഷശിലയിൽ അല്ലെ
ആ തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ ജീവിച്ചിരുന്ന ഒരു ടീച്ചറാണ്. അദ്ദേഹമാണ് ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആയിട്ട് അറിയപ്പെടുന്നത്. ആർട്രേയ എന്നുള്ള പേരാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ ഇതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. എന്താണ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ, അല്ലെ? ഹു ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നോട്ട് ചെയ്യാം ആർട്രേയ. ആർട്രേയ എല്ലാവരും തന്നെ നോട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ who lived in the University of തക്ഷശില. തക്ഷശിലയില് ആണ് അദ്ദേഹത്തിന് അദ്ദേഹം ജീവിച്ചിരുന്നത്. who lived in the University of തക്ഷശിലയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹമാണ് ഇന്ത്യൻ ഫിസിഷ്യൻ, അല്ലെ? ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ. ഓക്കെ ആണല്ലോ? പേര് പഠിച്ചില്ലേ? പേര് പഠിച്ചോ? നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സുശ്രുത. സുശ്രുത ആരാണ്? 6th century BC, ചരക്ക 200 AD. അതായത് സുശ്രുത എന്ന് പറയുന്നത് ചരക്ക വംശ അതിലെ ആ ടൈമിലൊക്കെയാണ്. അദ്ദേഹത്തിന് ആ ഒരു സുശ്രുത എന്നുള്ള ലേബലിൽ തന്നെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. അത്രയ മഹർഷി പോലെ തന്നെ എന്താണ് ഫസ്റ്റ് സർജറി എന്ന് നമ്മൾ കണ്ട മാതിരി തന്നെ അദ്ദേഹത്തിന്റെ ഒരു നെക്സ്റ്റ് ഇതായിട്ട് വരുന്നതാണ് സുശ്രുത എന്നുള്ളത്. ചരക്ക എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിനെയും അറിയപ്പെടുന്നത്. പിന്നെ സുശ്രുതയുടെ ജസ്റ്റ് കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ഫാദർ ഓഫ് സർജറി, ancient Indian surgeon known for his outstanding operation and techniques and for his influential dissertation Sushruta Samhita, the main origin of knowledge about surgery in ancient India. അപ്പൊ അതിന് നമ്മൾ നോക്കാം. അദ്ദേഹം എന്ന് പറയുന്നത് ഫാദർ ഓഫ് സർജറി ആണ്, അല്ലെ? അപ്പൊ നമ്മൾക്കറിയാം സർജറി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ പിതാവ് ആര് എന്നുള്ള ലേബലാണ് സുശ്രുതയെ അറിയപ്പെടുന്നത്. സുശ്രുതയുടെ വീണ്ടും വിശേഷം നോക്കാം. ഏൻഷ്യന്റ് ഇന്ത്യൻ സർജൻ നോൺ ഫോർ ഹിസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻ ആൻഡ് ടെക്നിക്സ് ആൻഡ് ഫോർ ഹിസ് ഇൻഫ്ലുവന്റൽ ഡിസർട്ടേഷൻ സുശ്രുത സംഹിതം. അതായത് ഒരു പ്രബന്ധം അദ്ദേഹത്തിനുണ്ട്. അതാണ് ഡിസർട്ടേഷൻ എന്ന് പറയുന്നത്. ഡിസർട്ടേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രബന്ധമാണ്. സുശ്രുത സംഹിത എന്നുള്ള പ്രബന്ധം അദ്ദേഹം എഴുതി തയ്യാറാക്കിയതാണ്. അദ്ദേഹത്തിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഫാദർ ഓഫ് സർജറി എന്ന് അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ ടെക്നിക്സുകളൊക്കെ അതിലാണ് നിർവചിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ അല്ലെ, നമുക്കറിയാം പഴയ കാലഘട്ടത്തിന്റെ ഒരു ചരിത്രമാണ്, അല്ലെ? അപ്പൊ ആ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് അത് കൈകാര്യം ചെയ്തിരുന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. The main origin of knowledge about the surgery in ancient India. അദ്ദേഹത്തിനാണ് കൂടുതലായിട്ട്, അല്ലെ, നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യയുടെ പുരാതന കാലഘട്ടത്തില് അദ്ദേഹമാണ് സർജറി ആയിട്ടുള്ള കുറെ നോളജ് സമ്പാദിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആ പ്രബന്ധത്തിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇതിലെ പ്രധാനമായിട്ട് ഒരു പോയിന്റ് ആണ് ഇപ്പോഴും എടുത്ത് കാണാറുള്ളത്. ഫാദർ ഓഫ് സർജറി എന്ന് അറിയപ്പെടുന്നത് സുശ്രുതയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ചർക്ക, അതായത് നെക്സ്റ്റ് പേഴ്സൺ 200 AD-യിലുള്ള, അല്ലെ? നമ്മൾ സുശ്രുതയെ 6th century BC-യിലാണ്. നെക്സ്റ്റ് ചരക്ക എന്താണ് 200 AD-യിലാണ്. ചരക്ക വാസ് ദ വൺ ഓഫ് മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് ആയുർവേദ. അതായത് ആയുർവേദ തലത്തില് നമുക്കറിയാം ഇന്ത്യയിൽ എന്തൊക്കെയുണ്ട്? യുനാനി ഉണ്ട്, ആയുർവേദ ഉണ്ട്, അതേമാതിരി തന്നെ അലോപ്പതി ഉണ്ട്, അല്ലെ? എല്ലാം ഉണ്ട്, അല്ലെ? എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ ആയുർവേദം ഇപ്പോഴും നന്നായിട്ട് തന്നെ മൂവ്മെന്റ് എന്നുള്ള ഒരു ഇതാണ്, അല്ലെ? ആയുർവേദത്തിൽ ഇപ്പോഴും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം, അല്ലെ? അപ്പൊ ആയുർവേദയുടെ കോൺട്രിബ്യൂട്ടർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ചരക്ക. എന്താണ് ഈ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്ഡ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. അതായത് ഈ ഒരു മെഡിസിൻ, അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് ആയുർവേദവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന മെഡിസിൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ചരക്ക എന്നുള്ള ആ ഒരു കോൺട്രിബ്യൂട്ടർ. അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങളോട് നോക്കാം. ഈസ് നോൺ ആസ് ദ എഡിറ്റർ ഓഫ് മെഡിക്കൽ ട്രീറ്റ്സ് നെയ്മഡ് ചരക്ക സംഹിത. വീണ്ടും പറയുന്നു വൺ ഓഫ് ദ ബേസിക് ടെക്സ്റ്റ് ഓഫ് ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ആയുർവേദം. ആയുർവേദത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചരക്ക എന്നുള്ള ആ ഒരു പേരിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹത്തിന്റെ ഇതെന്ന് പറയുന്നത് ചരക്ക സംഹിതയാണ്. നേരത്തെ നമ്മൾ സുശ്രുത സംഹിത എന്നുള്ളത് പറഞ്ഞ മാതിരി തന്നെ ചരക്ക സംഹിതയാണ് ചരക്ക എന്നുള്ള ആ ഒരു ആചാര്യൻ നിന്ന് മനസ്സിലാക്കിയത്. നെക്സ്റ്റ് ഉള്ളത് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ബുദ്ധ ആൻഡ് അശോക. ഈ കാലഘട്ടമൊക്കെ വന്നപ്പോഴേക്കും ബുദ്ധന്റെയും അശോകന്റെയും കാലഘട്ടമായി. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ബുദ്ധനെ കുറിച്ചിട്ട് നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, അല്ലെ?
ആ ഒരു നിരാലംബരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ എന്താണ് ഹോസ്പിറ്റലൊക്കെ നിർമ്മിച്ച വ്യക്തിയാണ് ബുദ്ധ എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇനി ഇങ്ങനെയുള്ള അശോകന്റെ അല്ലെ ബുദ്ധയുടെയും അശോകന്റെ കാലഘട്ടമാണ്. ഡ്യൂറിംഗ് അശോകാസ് region, principles of hygiene were followed and C-section were performed. അതായത് അവിടേക്ക് ആ ടൈമിലൊക്കെ ആയപ്പോഴേക്കും കുറച്ചും കൂടി അല്ലെ അശോകന്റെ ഒക്കെ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും എന്താണ് കുറച്ചും കൂടി നന്നായിട്ട് സിസേറിയൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിച്ചു. The regional hospitals for the infirm and rescued were built by the Buddhas. നമുക്കറിയാം പ്രാദേശിക തലത്തിലൊക്കെ ഹോസ്പിറ്റലുകൾ നിരാളന്മാരായവർക്കൊക്കെ ഹോസ്പിറ്റലൊക്കെ ബുദ്ധയുടെ കാലഘട്ടത്തിലൊക്കെ പണിയാൻ തുടങ്ങി. ദെൻ അക്ബേഴ്സ് പീരിയഡ് യുനാനി മെഡിസിൻ, അക്ബറിന്റെ കാലഘട്ടമായപ്പോഴേക്കും യുനാനി മെഡിസിൻ ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ വെറുതെ ജസ്റ്റ് ഒരു ഹിസ്റ്ററി ആണ് ഇതിൽ പറയുന്നുള്ളൂ. അതായത് ഇന്ത്യയുടെ ആ ഒരു മെഡിസിൻ കാര്യങ്ങൾ എങ്ങനെ വന്നു, അത് ഒരുപാട് വലിയ ചരിത്രമൊന്നും ഇവിടെ പങ്കുവച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് രണ്ട് പേര് അല്ലെ, ആയുർവേദ, യുനാനി, തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ, പിന്നെന്താണ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്ന വ്യക്തി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് മാറ്റേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. നോട്ട് ചെയ്ത് പോകേണ്ട പോയിന്റ്സ് എന്ന് പറയുമ്പോൾ മിക്ക പോയിന്റ്സ്, അതായത് ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആരാന്ന് ചോദിക്കുമ്പോൾ ആത്രേയ, അതായത് അതിന് പ്രാധാന്യമുള്ളതാണ്. എന്താണ് സുശ്രുത, ഫാദർ ഓഫ് സർജറി ചോദിച്ചിരിക്കാം, സുശ്രുതയ്ക്ക് പ്രാധാന്യമുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഡിസർട്ടേഷൻ എന്ന് പറയുന്നത് സുശ്ര സംഹിത അല്ലെ, സുശ്ര സംഹിത എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഡിസർട്ടേഷൻ പ്രബന്ധം എന്ന് പറയുന്നത്. ചരക്ക എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആയുർവേദയുടെ പിതാവാണ്. അദ്ദേഹത്തിന്റെയും കാര്യങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്തിലാണ്, ചരക്ക സംഹിത. എന്താണ് ഇതില് പറയുന്നത്, അശോകന്റെ കാര്യഘട്ടം നമ്മൾ ജസ്റ്റ് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതേമാതിരി തന്നെ ബുദ്ധയുടെയും നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആ ടൈമിൽ ഡിസ്ട്രിബ്യൂട്ട് സംഭവങ്ങളൊക്കെ സ്ഥാപിച്ചത്, അതായത് നിരാലംബരായവർക്കൊക്കെ ഹോസ്പിറ്റലിൽ പണിയെടുപ്പിച്ചൊക്കെ ആ കാലഘട്ടത്തിലാണ്, ബുദ്ധന്റെ കാലഘട്ടത്തിലാണ്. യുനാനി മെഡിസിനുമായി ബന്ധപ്പെട്ട് ചോദിച്ചാലും അക്ബറിന്റെ പീരീഡിലാണ് യുനാനി മെഡിസിൻ ഒക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഓക്കെ, ജസ്റ്റ് നോക്കാം, വായിച്ചു നോക്കാം. ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ആ ഒരു ചോദ്യം കൂടെ കാണാറില്ല കേട്ടോ. തക്ഷശില അല്ലെ, അതൊരു പ്രധാനപ്പെട്ട ഇതായതുകൊണ്ട് തന്നെ തക്ഷശില സർവകലാശാലയിലെ അധ്യാപകനും അല്ലെ, ആ സർവകലാശാലയിൽ ജീവിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു ആര്, ആത്രേയ അല്ലെ. ആത്രേയ എന്നുള്ളത് അദ്ദേഹം ആത്രേയ മഹർഷി എന്നുള്ളത് എവിടെയായിരുന്നു, അദ്ദേഹം എന്താണ് തക്ഷശില യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു, അവിടെ താമസിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നിങ്ങൾ ഇങ്ങനെ എഴുതിയെടുക്കുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു. എന്തായാലും നോട്ട് ചെയ്ത് പോകേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ക്ലിയർ ആണോ? പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാട്ടോ. ഇതിൽ കുറച്ച് പേരുകളാണ് പഠിക്കാനുള്ളത്, പലതും നമ്മൾ കേട്ടുപോയേക്കുന്നതാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാമോ? കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ ഹിസ്റ്ററിയില്, ഒത്തിരി ഭാഗം കൂടെ നമുക്ക് കവർ ചെയ്യാനുള്ള. ജസ്റ്റ് പോകാം. നെക്സ്റ്റ് 17th century modern system of medicine. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. Modern system of medicine by arrival Christian missionaries in South India. നമ്മള് ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനമായിട്ട് ക്രിസ്ത്യൻ മിഷണറീസുകൾ, സൗത്ത് ഇന്ത്യയിലൊക്കെ ക്രിസ്ത്യൻ മിഷണറീസ് ഒക്കെ അതിലേക്ക് വന്നെത്തി തുടങ്ങാൻ തുടങ്ങി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ 1664
in Chennai for its soldiers and in 1668 for civilians. അതായത് പട്ടാളക്കാർക്കും അല്ലെ അവിടെയുള്ള അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ടൊക്കെ ചെന്നൈയിലെ ഹോസ്പിറ്റൽ തുടങ്ങി 1664. അപ്പൊ ആ ഒരു ഡേറ്റ് ജസ്റ്റ് ഒന്ന് ഇന്ത്യയിലായതുകൊണ്ട് അല്ലെ ആദ്യത്തെ ഇന്ത്യയിലേക്ക് നമ്മുടെ ഹോസ്പിറ്റൽ എന്നുള്ള ലേബൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചാല് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ 1664. അത് എവിടെയാണെന്നുള്ളതും ചിലപ്പോൾ ചോദിച്ചു കാണാറുണ്ട്. എവിടെയാണ്? ചെന്നൈയിൽ. ചെന്നൈയിലാണ് 1666 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് ഹോസ്പിറ്റല് നിർമ്മിച്ചത്. അത് നമുക്കറിയാം വീണ്ടും സോൾജിയേഴ്സിനൊക്കെ വേണ്ടിയിട്ട് 1668 നിർമ്മിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ജസ്റ്റ് നോക്കണമെന്നില്ല. എന്നാലും ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് അത് സ്ഥാപിച്ചത് കൊണ്ട് നമ്മളുടെ 1664 ചെന്നൈയില് ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹോസ്പിറ്റൽ സ്ഥാപിച്ചു എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. Then constant growth during the 18th and early 19th century. അത് സ്ഥായിയായിട്ട് നിലനിർത്തിക്കൊണ്ടുപോകാൻ അല്ലെ 18ാമത്തെ നൂറ്റാണ്ടിലും 19th സെഞ്ചുറിയിലൊക്കെ അത് ഫസ്റ്റിലായിട്ട് നിലനിർത്തിക്കൊണ്ടുപോയതിന്റെ വളർച്ച നിരക്ക് നന്നായിട്ട് തന്നെ പോയി. Then first മെഡിക്കൽ കോളേജ് ഇൻ കൽക്കത്ത. നമ്മൾ മെഡിക്കൽ കോളേജിന്റെയും കൺസെപ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എവിടെയാണ്? കൽക്കട്ടയിലാണ്. ഏത് ഇയർ ആണ്? 1835. അതും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേരാം. ഫസ്റ്റ് ഹോസ്പിറ്റലിൽ പോലെ തന്നെ മെഡിക്കൽ കോളേജിന്റെ കാര്യം ചോദിക്കുമ്പോഴും ഒന്ന് നോട്ട് ചെയ്തേരാം. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കത്ത ഇൻ 1835. Then Mumbai in 1845 and Chennai 1850. മുംബൈയിലെ ചെന്നൈയിലൊക്കെ പിന്നീടൊക്കെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുകയുണ്ടായി. Then 1885 and 1250 ഹോസ്പിറ്റൽ അല്ലെ 1250 ഹോസ്പിറ്റൽ ആൻഡ് ഡിസ്പെൻസറീസ് ഓൺലി റീച്ചിങ് 10% ഓഫ് പോപ്പുലേഷൻ. അപ്പൊ അതായത് 10% പോപ്പുലേഷൻസ് ജനസംഖ്യക്ക് എന്താണ് അത്രത്തോളമുള്ള ജനസംഖ്യക്ക് വേണ്ടിയിട്ട് ഓൺലി റീച്ചിങ് 10% പോപ്പുലേഷൻ ഒക്കെ അത്രയും ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോൾ അത്രയും ഡിസ്പെൻസറികളൊക്കെ അത്രയും 10% ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ആ സമയത്തൊക്കെ തുടങ്ങാനായിട്ട് സാധിച്ചു. ഇൻ 1885 തന്നെ 1050 ഹോസ്പിറ്റൽസ് അത്രയും ഹോസ്പിറ്റൽ ആ കാലഘട്ടത്തിൽ നമുക്ക് സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിച്ചു. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡിസ്പെൻസറികൾ ഇതേമാതിരി തന്നെ മെഡിസിൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഡിസ്പെൻസറികൾ എന്തെങ്കിലും അല്ലെ ഡോക്ടറിന്റെയൊക്കെ മേൽനോട്ടത്തിലൊക്കെ മെഡിസിൻസ് ഒക്കെ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡിസ്പെൻസറികളൊക്കെ സ്ഥാപിക്കാനായിട്ട് തുടങ്ങി. Then only reaching 10% of population. അപ്പോഴും നമുക്കറിയാം പോപ്പുലേഷന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ 10% പോപ്പുലേഷൻ മാത്രമാണ് ഇത്രയും ഹോസ്പിറ്റലൊക്കെ പറ്റിയിട്ടുള്ളൂ അല്ലെ സ്വാഗതാർഹമാക്കിയിട്ടുള്ളൂ. വീണ്ടും കിടക്കുകയാണ് ഒരുപാട് പോപ്പുലേഷൻ മാറ്റി അല്ലെ. വീണ്ടും നോക്കാം എമർജൻസി ഓഫ് ഹോസ്പിറ്റൽ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആയപ്പോഴേക്കും ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ 1:4000. അതായത് 4000 അല്ലെ എത്രത്തോളം ഒരു ബെഡ് എന്ന നിലയ്ക്ക് 4000 പേർക്ക് ഒരു ബെഡ് എന്നുള്ള നിലയിലേക്ക് ഹോസ്പിറ്റലൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങി. ഡോക്ടേഴ്സ് ടു പോപ്പുലേഷൻ റേഷ്യോ 6300 അല്ലെ 1:6300. അതായത് 6300ഓളം പേർക്ക് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അത് രൂപം കൊള്ളാനൊക്കെ ആയിട്ട് തുടങ്ങി. നഴ്സസ് പോപ്പുലേഷൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1:14,000 അല്ലെ 14,000 എന്ന് പറയുമ്പോൾ 40,000 പേർക്ക് ഒരു നഴ്സ്. ഡിസ്പെറിറ്റി ഇൻ ഫെസിലിറ്റീസ് ഇൻ അർബൻ ആൻഡ് റൂറൽ. നമുക്കറിയാം പട്ടണ പ്രദേശങ്ങളിലേക്കും അതേമാതിരി തന്നെ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ഡിസ്പെൻസറി ഒക്കെ വ്യാപിക്കാനായിട്ട് തുടങ്ങി. ഇൻഡിപെൻഡൻസ് 11,000 ഹോസ്പിറ്റൽസ് ബെഡ് 7,400 ഹോസ്പിറ്റൽസ്. ഇൻഡിപെൻഡൻസിന്റെ ഒക്കെ ടൈമൊക്കെ ആയപ്പോഴേക്കും ഇൻഡിപെൻഡൻസിന്റെ ടൈമില് എന്താണ് ഒരു അല്ലെ 11,000 ഹോസ്പിറ്റൽ ബെഡ് സർവീസുകളുള്ള 11,000 ഹോസ്പിറ്റലുകളുണ്ട്. 7,400 ഹോസ്പിറ്റലുകളൊക്കെ അങ്ങനെ ഓരോന്നോരോന്നല്ലേ ആ ഒരു റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ അത്രയും ബെഡുകളുള്ള ഫെസിലിറ്റികളുള്ള ഹോസ്പിറ്റലിലൊക്കെ ഫോം ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. സിൻസ് പാസ്റ്റ് 50 years കൺസെപ്റ്റ് ഓഫ് ടുഡേയ്സ് ഹോസ്പിറ്റൽ. വീണ്ടും എന്താണ് ഇപ്പോഴുള്ള കാലഘട്ടത്തിലുള്ള ഹോസ്പിറ്റലിലേക്ക് വീണ്ടും നമുക്ക് അത് മുതൽ 50 year മുതൽ നമുക്ക് ഈ കാലഘട്ടത്തിലുള്ള ഹോസ്പിറ്റലിലേക്ക് നമുക്കറിയാം. ഇപ്പോഴുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ എന്താണ് എവിടെ നോക്കിയാലും ഹോസ്പിറ്റലുണ്ട് അല്ലെ. സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. എന്താണ് എല്ലാം കൂടി കൂടിയ അല്ലെ നമ്മുടെ ഇൻഷുറൻസ് പാക്കേജ് പ്രൈവറ്റും പബ്ലിക്കൊക്കെ മെർജ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള ശുശ്രൂഷാരംഗങ്ങളും ഇതിനൊന്ന് എന്താണ് മത്സരിച്ച് തന്നെയാണ് ഇപ്പൊ ഹോസ്പിറ്റലുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്കറിയാം ഈ കാലഘട്ടത്തില് ഹെൽത്തിന് ഇത്തിരി കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് തോന്നുന്നു. വേണ്ട ഞാൻ അതുകൊണ്ടാണ് വെറുതെ റഫായിട്ട് എടുത്തു പോയത്. ഈ റേഷ്യോ ഒന്നും പഠിക്കേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് അവയർനെസ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഞാൻ പറയാം ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലൊക്കെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ളൂ. 3-4 മാക്സിമം, കൂടുതലാണ് 4 പറയുന്നത്. ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാനുള്ളൂ. അപ്പോ അത് പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പേഴ്സൺസിന്റെ പേരുകളോ മറ്റേ ഞാൻ പറഞ്ഞ ജസ്റ്റ് ഇയറുകളോ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു ഞാൻ മോക്ക് ടെസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിരുന്ന അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാനുള്ളൂ. ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താണ് ഹോസ്പിറ്റലിന്റെ ആ ഒരു ഹിസ്റ്ററി എന്താണെന്നുള്ളത് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ളത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? 1-2 പോയിന്റ് ഒക്കെ നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ നോട്ട് ചെയ്ത് കാണാം അല്ലേ? ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്യാൻ പറയുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. നമുക്ക് എഴുതി തരാനൊന്നുള്ള സമയമൊന്നുമില്ല. അപ്പൊ നമ്മൾ പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. ഇൻ കേസ് ടെക്സ്റ്റ് ബുക്ക് ഒന്നും എത്താത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഇയറും എന്താ പേരെന്നൊക്കെ അവിടെ ജസ്റ്റ് നോട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ എന്തായാലും അത് നോട്ട് ചെയ്ത് കാണും അല്ലേ? ഞാൻ ആ മെഡിക്കൽ കോളേജിന്റെ ഒക്കെ കാര്യം പറഞ്ഞായിരുന്നു. അതേമാതിരി തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെ, ആദ്യത്തെ ഹോസ്പിറ്റൽ ഏതാണെന്നുള്ള ഇയർ ഒക്കെ ജസ്റ്റ് പറഞ്ഞായിരുന്നു. നോട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ ആണോ? then നെക്സ്റ്റ് നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഓഫീസ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടായി സെർച്ച് ചെയ്യാം. ചാപ്റ്റർ 8 ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻ. നിങ്ങൾ ചാപ്റ്ററിന്റെ നമ്പർ ഒന്നും നോക്കണ്ട കേട്ടോ, പേര് മാത്രം നോക്കിയാൽ മതി. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, എല്ലാവരും എടുത്തോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഇപ്പൊ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാലാണ് എന്തായാലും എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഇത് ഷെയർ ചെയ്യേണ്ട കാരണം കൊണ്ട് ഒരുപാട് വിസിബിൾ ആവില്ല. ഓക്കെ, ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് ഹോസ്പിറ്റൽ ആണെങ്കിലും ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ ഫ്രണ്ട് ഓഫീസ് ഉണ്ട്. എന്താണ് ഫ്രണ്ട് ഓഫീസ് എന്ന് മീൻ ചെയ്യുന്നത്? എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ. ഓക്കെ, രജിസ്ട്രേഷൻ എടുക്കുന്ന പ്ലേസ് അല്ലേ? നമ്മള് എൻക്വയറി എന്തെങ്കിലും കാര്യം ഓക്കെ രജിസ്റ്റർ എടുക്കാനായിട്ട് എല്ലാവർക്കും നമ്മള് ഫ്രണ്ടിൽ അല്ലേ, ഹോസ്പിറ്റൽ ആണെങ്കിലും എവിടെയാണെങ്കിലും ഫ്രണ്ട് ഓഫീസ് ഉണ്ടാവും അല്ലെ? ഫ്രണ്ട് ഓഫീസിൽ ചെന്നിട്ടാണ് എൻക്വയറി നടത്തിയിട്ട് നമ്മള് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിലും എന്താണ് സ്കൂളാണെങ്കിലും എന്താണെങ്കിലും അല്ലെ, ഏതെങ്കിലും ഫേം ആണെങ്കിലും അവിടെ ഒരു ഫ്രണ്ട് ഓഫീസ് വിങ് ഉണ്ടാവും. നമ്മൾ അവിടെ പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയും. അവര് കൃത്യമായിട്ടുള്ള മറുപടികളൊക്കെ തരും. നമുക്ക് എന്തെങ്കിലും രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഇരിക്കേണ്ടതുണ്ടെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇപ്പൊ ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഫ്രണ്ട് ഓഫീസ് ഉണ്ട്. അവിടെ പോയിട്ടാണ് നമ്മള് പേഷ്യൻസ് ആയിട്ടുള്ളവരെയൊക്കെ നമ്മുടെ ചീട്ട് അല്ലെ ചീട്ട് എടുക്കാനായിട്ട് പോകുന്നത് അല്ലെ, ഡോക്ടറെ കാണാനായിട്ടുള്ള ചീട്ട് എടുക്കും. അപ്പൊ അങ്ങനെയുള്ള പ്ലേസിൽ അവിടെ പൊതുവെ നമുക്കറിയാം റിസപ്ഷനിസ്റ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ പേര് ഫ്രണ്ട് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന വ്യക്തിയുടെ പേര് എന്താണ്? ഫ്രണ്ട് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന വ്യക്തിയുടെ പേരെന്താണ്? റിസപ്ഷനിസ്റ്റ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ അറിയപ്പെടുന്നത്? ആണോ? എന്താണ് അറിയപ്പെടുന്നത്? ഫ്രണ്ട് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരുടെ പേര് റിസപ്ഷനിസ്റ്റ് അല്ലെ. റിസപ്ഷനിസ്റ്റ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നത്. അപ്പൊ പറയുന്ന അതനുസരിച്ചിട്ട് നമ്മുടെ ചീട്ട് അല്ലെ നമുക്ക് കൃത്യമായിട്ട് ഒരു ID കാർഡ് ഒക്കെ തരും. ആ കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡോക്ടറിനെ കാണാനൊക്കെ ആയിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അപ്പോ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ഈ ഒരു റിസപ്ഷനിസ്റ്റിന് അദ്ദേഹത്തിന് പല പല റോളുകളുണ്ട്. നമ്മളിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അത് കൃത്യമായിട്ട് തന്നെ അവര് എൻട്ര ചെയ്യും അല്ലെ, രേഖപ്പെടുത്തും. അങ്ങനെ ചെയ്യില്ലേ? നമ്മൾ പറയുന്നതനുസരിച്ച് പേഷ്യന്റ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പേഷ്യന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷെയർ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ അവര് നോട്ട് ചെയ്യും അല്ലേ. നോട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ചീട്ട് തരുന്നത്. ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, എന്താണ്. ചിലപ്പോൾ ചിലർക്ക് ഡോക്ടർ ഏതാണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. ആരെ കാണണം അല്ലെ, ഫിസിഷ്യനെ കാണോ, കാർഡിയോളജിസ്റ്റിനെ കാണോ, ന്യൂറോളജിസ്റ്റിനെ കാണോ, അറിയില്ല അല്ലെ. ചിലർക്കൊക്കെ നമുക്കറിയാം, അറിയാൻ പറ്റുമായിരിക്കും. ചില വ്യക്തികൾക്ക് പേഷ്യന്റിന് ചിലപ്പോൾ ഇന്ന രോഗമാണ്, എനിക്കറിയില്ല ആരെ കാണാതെന്ന്. നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ചീട്ട് അല്ലെ ടിക്കറ്റ് എടുക്കണം, ചീട്ട് നമ്മളെ ആർക്ക് വേണ്ടി എടുക്കണം. അപ്പൊ അവരായിരിക്കും നമുക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, നിങ്ങൾക്ക് ഉള്ള അസുഖത്തിന്റെ ഇതനുസരിച്ചിട്ട് നിങ്ങൾ കാർഡിയോളജിസ്റ്റിനെ കാണണം അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണണം. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ കുറച്ചും കൂടി എല്ലാവർക്കും എല്ലാ നോളജ് ഉണ്ട് അല്ലെ. പക്ഷെ പഴയ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും അത് അറിയണമെന്നില്ല. ഇപ്പൊ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട് അല്ലെ. പണ്ടൊക്കെ നമുക്കറിയാം കോമൺ ആയിട്ട് ചിത്രപ്പെട്ട അങ്ങനെ ഓരോന്നിനും ഡിപ്പാർട്ട്മെന്റുകളൊന്നും ഇല്ല. കോമൺ ആയിട്ട് ജനറൽ ഡോക്ടറും അല്ലെ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വ്യക്തിയാണ് എന്താണ് ഏത് തരത്തിലുള്ള ഡോക്ടറെ കാണണം എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. നമുക്കറിയാം ഈ ഒരു പേഷ്യന്റിൽ നിന്ന് കിട്ടുന്ന ഇത് ഇൻഫോർമേഷൻ അനുസരിച്ചിട്ടാണ് ഡോക്ടറുടെ കയ്യിലേക്ക് എത്തുന്നത്. ഓക്കെ, എനിക്ക് ഇന്ന് എത്ര പേഷ്യൻസ് ഉണ്ട് അല്ലെ, അങ്ങനെയല്ലേ. നമ്മുടെ പേഷ്യൻസിന്റെ അറിയിപ്പ് അനുസരിച്ചിട്ടാണ് ഡോക്ടറിന് തീരുമാനിക്കാൻ പറ്റുന്നത് ഇന്ന് എത്ര പേഷ്യൻസ് ഉണ്ട്. നേഴ്സുമാരുടെ കയ്യിലെത്തുമോ? ഓക്കെ, അപ്പൊ അവിടെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു റോള് ആർക്കുണ്ട്? നമ്മുടെ റിസപ്ഷനിസ്റ്റിനുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് പഠിക്കാനുള്ളത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇരിക്കുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും ഫ്രണ്ടിൽ ആദ്യം തന്നെ കാണുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ എൻക്വയറി ഒക്കെ നടത്തിയിട്ട് അവിടെയുള്ള റിസപ്ഷനിസ്റ്റിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ പേര് നിങ്ങൾ പഠിച്ചു, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. അവിടെയുള്ള വർക്ക് ചെയ്യുന്ന വ്യക്തിയുടെ പേരാണ് റിസപ്ഷനിസ്റ്റ്. അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇടനിലക്കാരനായിട്ട് തന്നെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അതായത് അവിടെയുള്ള ജീവനക്കാർക്കിടയിലേക്ക് ഇന്ന ഡ്യൂട്ടി ഉണ്ട് എന്നുള്ളത് ഇൻഫോം ചെയ്യുന്നത് അല്ലെ, എത്തിക്കുന്നത് ഈ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ആ ഒരു ചാർട്ടിൽ നിന്നാണ് അവർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ പേഷ്യന്റിനെ ആരെ കാണണം എന്നുള്ളത് വ്യക്തമായ ഒരു തീരുമാനം എടുക്കാനായിട്ടും സഹായിക്കുന്നത് റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ ഏകദേശം ഒക്കെ ആയില്ലേ? നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് നോക്കാം വർക്ക് ഫ്ലോ. ഓക്കെ, then customers are kings and kings never unattended. അങ്ങനെ ഒരു ഹെഡ്ലൈനോട് കൂടിയിട്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് അവിടുത്തെ കസ്റ്റമേഴ്സ് ആരായിരിക്കും? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? അവിടുത്തെ കസ്റ്റമേഴ്സ്? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കസ്റ്റമേഴ്സ്, ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് പേഷ്യന്റ്. യെസ്, ഗുഡ്. അപ്പൊ പേഷ്യന്റ് ആണ് അവിടുത്തെ കസ്റ്റമേഴ്സ്. വീണ്ടും പറയുന്ന കിങ്സ് നെവർ അൺഅറ്റൻഡ്. കിങ് എന്ന് പറയുമ്പോൾ അവിടെ കിങ് ആയിട്ടുള്ള പരിഗണന പേഷ്യന്റിന് കൊടുക്കേണ്ടതാണ് അല്ലെ. നമ്മള് എപ്പോഴും എന്താണ് കിങ്, ഒരു കിങ് അല്ല എങ്കിൽ കൂടി നമുക്കറിയാം പേഷ്യന്റ് എന്ന് പറയുന്നത് കിങ് അല്ല, പക്ഷെ കിങ്ങിനെ പോലെ പരിഗണിക്കേണ്ടതാണ്. കാരണം അവര് കസ്റ്റമേഴ്സ് ഉണ്ടായാലാണ് ഈ ഒരു ഹോസ്പിറ്റല് മൂവ്മെന്റ് അല്ലെ നന്നായിട്ട് പ്രവർത്തിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് പരമായിട്ട് അല്ലെങ്കിൽ എല്ലായിടത്തും പേരുകേണ്ട ഒരു ഹോസ്പിറ്റലൊക്കെ ആയിട്ട് മൂവ് ചെയ്തു പോകാനായിട്ട് സാധിക്കും. But customers are kings and kings never unattended.
അങ്ങനെയല്ല എങ്കിൽ കൂടി അവരെ അങ്ങനെ പരിഗണിക്കേണ്ടതുണ്ട്. നമുക്ക് പോയിന്റിലേക്ക് വരാം. എ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ആൻ ഇൻവിറ്റബിൾ പാർട്ട് ഓഫ് എ വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീം. അതായത് ഇൻവിറ്റബിൾ പാർട്ട് എന്ന് പറയുന്നത് അനിവാര്യ ഘടകമാണ്. ഓക്കെ, ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് അനിവാര്യ ഘടകമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീം, അതായത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് കെയർ ടീമിന്റെ ഒരു അനിവാര്യ ഘടകമാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെ, ആ വ്യക്തി ഒരു അനിവാര്യമായിട്ടുള്ള പേഴ്സൺ തന്നെയാണ്. ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് അതർ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഡിപെൻഡ് അപ്പോൺ ദ medical receptionist to create a friendly, welcoming and well organized front office for patients and to facilitate the well functioning of the hospital. ഇതൊരു വലിയ സെന്റൻസ് ആയിട്ട് കൊടുത്തേക്കുന്നത് അല്ലെ. ഇവിടെ എന്താ പറയുന്നത്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലില് അവിടെ പ്രധാനമായിട്ട് പേഷ്യൻസ് ഉണ്ടായിരിക്കണം, നല്ല സേവനം കാഴ്ചവെക്കുന്ന അവിടുത്തെ വർക്കേഴ്സും ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ഇവരുടെ ഇടയിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസിനെ നല്ല സ്വാഗതാർഹമായ രീതിയിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞ് വെൽക്കം ചെയ്ത് അല്ലെ, അവരെ ഇതിൽ നിന്ന് പേരൊക്കെ ചോദിച്ചറിഞ്ഞ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന വ്യക്തിയാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ്. ഒപ്പം തന്നെ നമ്മുടെ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനാണെങ്കിലും നഴ്സുമാർക്കാണെങ്കിലും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കാണെങ്കിലും എല്ലാവരും റിസപ്ഷനിസ്റ്റിൽ നിന്ന് കൊടുക്കുന്ന ആ ഡ്യൂട്ടി അല്ലെ, അവർ കൊടുക്കുന്ന മെസ്സേജ് അനുസരിച്ചിട്ടാണ് അവരുടെ ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു അദ്ദേഹം ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് അതർ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഡിപെൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിസപ്ഷനിസ്റ്റിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇവര് കൊടുക്കുന്ന മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ ഓക്കെ ഇന്നൊരു പേഷ്യന്റ് ഇങ്ങനെ സ്കാനിങ്ങിന് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഡയാലിസിസിന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അത് അപ്പൊ തന്നെ മെസ്സേജുകൾ എത്തുകയാണ് അല്ലെ. അപ്പൊ ഡയാലിസിസിന് ഒരു പേഷ്യന്റ് ഉണ്ട്, സ്കാനിങ്ങിന് ഇന്നൊരു പേഷ്യന്റ് ഉണ്ട്. അപ്പൊ അവിടെ ഡോക്ടേഴ്സിന്റെ ഇടയിൽ മാത്രമല്ല ഡയാലിസിസ് നടത്തുന്ന അവിടെയും അതേമാതിരി തന്നെ സ്കാനിങ് നടത്തുന്ന സെന്റേഴ്സിനൊക്കെ മെസ്സേജുകൾ കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ ഇദ്ദേഹം ഒരു ഡിപ്പെൻഡായിട്ട് ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്, അവിടെ റിസപ്ഷനിസ്റ്റ്. അതേമാതിരി തന്നെ നല്ല രീതിയിൽ അല്ലെ വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ, നല്ല പ്രവർത്തനമാണ് ഈ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇന്നേറെ ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് എന്നെല്ലാം പേഷ്യന്റിനെ അറിയിക്കുന്നത് ആരാണ്? ഞാൻ പറയുന്നത് മാത്രം ഇങ്ങനെ കേട്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറായിട്ട് തീരും. അപ്പൊ ഇത്തരത്തില് ഹോസ്പിറ്റലില് നല്ല പ്രവർത്തനങ്ങളുണ്ട്, നല്ല അറ്റ്മോസ്ഫിയർ മാത്രമല്ല നല്ല സൗകര്യങ്ങളുണ്ട് അല്ലെ. സ്കാനിങ് സെന്റർ ഉണ്ട്, റിസപ്ഷനിസ്റ്റ് ആണ് അല്ലെ, സ്കാനിങ് സെന്റർ ഉണ്ട്. നിങ്ങൾക്ക് ഇന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ റിപ്പോർട്ട് കിട്ടും. അപ്പൊ റിസപ്ഷനിസ്റ്റ് ആണ് നല്ല പ്രവർത്തനങ്ങളാണ് ഹോസ്പിറ്റലിൽ നടക്കുന്നതെന്ന് അറിയിക്കുന്നത്, പേഷ്യൻസിനെ അറിയിക്കുന്നത്. അതേമാതിരി തന്നെ പേഷ്യൻസിനെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്നത് ആരാണ്? റിസപ്ഷനിസ്റ്റ് ആണ്. അതേമാതിരി തന്നെ അവിടെയുള്ള വർക്കേഴ്സ് അല്ലെ, വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിലുള്ളവരെയും അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള മറ്റ് എല്ലാ വ്യക്തികളെയും അറിയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആർക്കുള്ളത്? റിസപ്ഷനിസ്റ്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന ഒരു അനിവാര്യ ഘടകമാണ് അല്ലെ, അനിവാര്യമായിട്ടുള്ള അവിഭാജ്യ ഘടകമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ. അപ്പൊ ജസ്റ്റ് ആ പാരഗ്രാഫില് ആ 2 പോയിന്റ് ആണ് പ്രധാനമായിട്ട് പറയുന്നത്. ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ് അല്ലെ, എല്ലാവർക്കും സെൻട്രൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എന്താണ് നെക്സ്റ്റ് പറയുന്നത്? അദ്ദേഹം ഇൻവെറ്റബിൾ അല്ലെ, ഇൻവെറ്റബിൾ പാർട്ടാണ് എന്ന് വെച്ചാൽ അവിഭാജ്യ ഘടകമാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം, ആ 2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചിലപ്പോ ഇങ്ങനെ വന്നാലാണ് നമ്മൾ ഹോസ്പിറ്റലിലെ ഇൻവെറ്റബിൾ പാർട്ട് ആരാണെന്ന് പറഞ്ഞില്ലേ, ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസപ്ഷനിസ്റ്റിന്റെ ഹെൽത്ത് കെയർ ടീമിന്റെ ഇൻവെറ്റബിൾ പാർട്ടാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ അറ്റൻഡ് ചെയ്യുക. ഓക്കെ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണോ? നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് എ ഫ്രണ്ട് ഓഫീസ്. ഇനി പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് അല്ലെ, പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഈ ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
The need for a professionally trained hospital front office executive. അവിടെ നമ്മളെ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന കാര്യം ഈ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിലുള്ളവർക്ക് അത് അവർക്ക് എന്താണ് പ്രൊഫഷണലി ട്രെയിൻഡ് അല്ലെ. നമുക്കറിയാം എല്ലാവർക്കും ഉള്ള മാതിരത്തെ കഴിവുകൾ മാത്രമല്ല ഫ്രണ്ട് ഓഫീസിലുള്ളവർക്ക് വേണ്ടത്. അതായത് ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിലുള്ളവർക്ക് ഉണ്ടായിരിക്കണം. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൊഫഷണലി കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഏത് പൊസിഷനിലുള്ള ജോലി കിട്ടിയാലും അല്ലെ, ഫ്രണ്ട് ഓഫീസിലെ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ പോസ്റ്റ് കിട്ടിയാലും ഫ്രണ്ട് ഓഫീസിലെ ഒരു പോസ്റ്റ് കിട്ടിയാലും ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള ഏത് റോള് കിട്ടിയാലും കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള എല്ലാ ധാരണകളും ഉണ്ടായിരിക്കണം, അറിവുകൾ ഉണ്ടായിരിക്കണം അല്ലെ. എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നല്ല വ്യക്തമായ ധാരണകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കോഴ്സുകളുടെ ഓരോ ചാപ്റ്റേഴ്സുകൾ കവർ ചെയ്യുമ്പോഴും എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ നടക്കണേ എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്തായാലും ഗ്രഹിച്ചു പോകും. അപ്പൊ നിങ്ങൾക്ക് പേടി കൂടാതെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ദ നീഡ് ഓഫ് പ്രൊഫഷണലി ട്രെയിൻഡ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്. അദ്ദേഹത്തിന്റെ ആവശ്യകത എന്താണെന്ന് നോക്കിയാൽ ഡിഫറെന്റ് ഫ്രം ദ അതർ സർവീസ് ഇൻഡസ്ട്രി, the hospital is where people come to visit when either or their close ones are unwell. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നത് മിക്കപ്പോഴും ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കൂടെയൊക്കെ നമ്മൾ പോകും അല്ലെ. അങ്ങനെ പോകുമ്പോഴും തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പോവുക? നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ പേഷ്യന്റിന് നമ്മുടെ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോണത് അല്ലെ. വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ലേ ആണോ? ചിലപ്പോ ആരെങ്കിലും കാണാനൊക്കെ ആയിട്ട് പോകും, സന്ദർശകരായിട്ട് പോകും, മെന്റലി ഡൗൺ ആയിട്ടായിരിക്കും പോകണം. ഓക്കെ, യെസ്, അത് തന്നെയാണ് പറഞ്ഞ് പോയിന്റ് ചെയ്ത് വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന പേഴ്സൺസ് ആണ് അല്ലെ. ഡിഫറെന്റ് ഫ്രം അതർ സർവീസ് ഇൻഡസ്ട്രി. മറ്റ് സർവീസ് ഇൻഡസ്ട്രിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോ ഒരു ഫ്രണ്ട് ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ പേഷ്യന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളെ എങ്ങനെയാ നമ്മൾ അൺവെല്ലായിട്ടായിരിക്കും പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥയൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലെ. This means the people come to the hospitals impatient, anxious and curious. അതായത് നമ്മള് അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് എന്താണോ അസുഖം, അല്ലെങ്കിൽ അക്ഷമരായിരിക്കും, നമ്മുടെ വേദനയെ കൊണ്ടൊക്കെ നമ്മൾ ഭയങ്കര പെയിനൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആകാംക്ഷയോട് കൂടിയിട്ട് എന്താണാവോ എനിക്ക് അസുഖം വന്നേക്കുന്നത്, നമുക്കൊരു ജിജ്ഞാസയൊക്കെയാണ് അല്ലെ. അങ്ങനെ വ്യത്യസ്ത ഒരു മെന്റലി ഇതായിട്ട് അല്ലെ, മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തോട് കൂടിയായിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ സമീപിക്കുന്നത്. ആണോ? അങ്ങനെ ആയിരിക്കില്ലേ? നിങ്ങൾ റിപ്ലൈ ചെയ്യട്ടാ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാ ബോറായിട്ട് പോകും. ഓക്കെ ഓക്കെ, യെസ് ഷുവർ എന്നൊക്കെ പറയാനൊക്കെ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ മറ്റൊരു റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് പോകുന്ന മാതിരിയല്ല ഈ ഒരു റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് അല്ലെ. But here comes the importance or necessity of handling such patients or their family members with more professionalism, sympathy, empathy and courtesy, following all hospital operational protocols. അപ്പൊ നമുക്കറിയാം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവർക്ക് റിസപ്ഷനിസ്റ്റിന് അദ്ദേഹത്തിൻ്റെതായ പ്രത്യേക കഴിവുകൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ ഭയങ്കര പെയിൻ ആയിട്ടായിരിക്കും, പേടിയുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലാണ് എത്തിപ്പെടുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ കാണാനായിട്ട് കഴിവുള്ള വ്യക്തിയായിരിക്കണം ആരായിരിക്കണം? റിസപ്ഷനിസ്റ്റ് അല്ലെ. റിസപ്ഷനിസ്റ്റ് നമ്മളൊരു ഫാമിലി മെമ്പറിനെ പോലെ കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. അദ്ദേഹത്തിന് പ്രൊഫഷണലി തൊഴിൽപരമായിട്ട് ചില കഴിവുകൾ ഉണ്ടായിരിക്കും. എന്തൊക്കെ ഉണ്ടായിരിക്കണം അല്ലെ? കരുണയും ദയയും വിനയവും ഒക്കെ ഉള്ള വ്യക്തിത്വമായിരിക്കണം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് പേഷ്യന്റ് ഉദ്ദേശിക്കുന്ന കാര്യത്തിനനുസരിച്ചിട്ട് തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾക്ക് എല്ലാ റിസപ്ഷനിസ്റ്റിനെ പോലെ ആയിരിക്കില്ല ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റ് അല്ലെ നിലകൊള്ളുന്നത്. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെ തൊഴിൽപരമായിട്ടുള്ള കഴിവുകൾ അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം പൊതുവെ എന്താണ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന വ്യക്തികൾ അൺവെല്ലായിട്ടായിരിക്കും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അപ്പൊ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക കപ്പാസിറ്റി അല്ലെ, സിമ്പതിയും കരുണയും ദയയും വിനയും ഒക്കെ ഇവർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ ഇവരെയൊക്കെ ഇത്രയും കരുണയും ദയൊക്കെ ഉള്ള വ്യക്തികളാണെന്ന് മനസ്സിലാക്കി തന്നെ, പക്ഷെ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ അവർക്ക് അല്ലെ ഫസ്റ്റ് വൺ ആദ്യം വരുന്നവർക്കൊക്കെ ആദ്യം അഡ്മിഷനൊക്കെ കൊടുക്കേണ്ടതുണ്ടാവും.
പെട്ടെന്ന് എമർജൻസി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എമർജൻസി കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരെ അത്തരത്തിലുള്ള അല്ലെ കാഷ്വാലിറ്റിയിലേക്ക് എത്തിക്കേണ്ടതുണ്ടെങ്കിലൊക്കെ അത് എത്തിക്കേണ്ടതുണ്ടാകും. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിന്റേതായിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യപ്പെടേണ്ട വ്യക്തിത്വമാണ്. ഓക്കെ, ക്ലിയർ ആയോ? ാണോ? പിന്നെ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. അപ്പൊ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഫാമിലി മെമ്പറിനെ പോലെ ആയിരിക്കണം അല്ലെ അവര് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യേണ്ടത് ആരെ പോലെ ആയിരിക്കണം? ഫാമിലി മെമ്പറിനെ പോലെ ആയിരിക്കണം എന്നുള്ള പോയിന്റൊക്കെ നോട്ട് ചെയ്ത് പോകാം. ഞാൻ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന പ്രൊഫഷണൽ ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ സിമ്പതി, എമ്പതി ആൻഡ് കർട്ടസി അവരുടെ ഗുണങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. Then next പാരഗ്രാഫിലേക്ക് നോക്കാം. The front office is a department of the hospital which directly makes the contact with the patients where they first arrive. നമ്മൾ ജസ്റ്റ് കണ്ടായിരുന്നു എന്താണ് ആദ്യം തന്നെ വരുമ്പോൾ അല്ലെ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? നമ്മുടെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. പേഷ്യന്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആദ്യം തന്നെ ഹോസ്പിറ്റലിലേക്ക് സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന മീറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് റിസപ്ഷനിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ. ഈ പോയിന്റ് ജസ്റ്റ് നോട്ട് ചെയ്തേരെ. The front office is the department of the hospital which directly makes a contact with the patient where they first arrive. Then the staff of this department are directly family members. ഇവിടെ നോട്ട് ചെയ്താലും മതി കേട്ടോ. ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കണം അവിടുത്തെ സ്റ്റാഫുകൾ എന്ന് പറയുന്നു. Then it functions as a central point of contact across the organization. നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ കണ്ടു അല്ലെ. ഇവരുടെ പ്രവർത്തനം എന്നുള്ളത് സെൻട്രൽ പോയിന്റ് ആയിട്ടാണ് അല്ലെ. ഹോസ്പിറ്റലിലെ ആ സ്ഥാപനത്തിനെ സംബന്ധിച്ച് നടുതൂണായിട്ട് നിൽക്കുന്നത് റിസപ്ഷനിസ്റ്റ് ആണ്. കാരണം ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള നല്ല സർവീസ് എന്നൊക്കെ മനസ്സിലാക്കി വ്യക്തമാക്കി പേഷ്യൻസിനെ അറിയിക്കുന്നതും പേഷ്യന്റിന്റേതായിട്ടുള്ള എന്താണ് ആവശ്യകത എന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റലിലുള്ളവരെ അറിയിക്കുന്നതും ആരാണ്? നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ് അല്ലെ. അപ്പൊ റിസപ്ഷനിസ്റ്റ് എന്താണ്? സെൻട്രൽ പോയിന്റ് ആയിട്ട് കോണ്ടാക്ട് അല്ലെ സെൻട്രൽ പോയിന്റ് ആയിട്ട് നിലകൊള്ളുന്ന വ്യക്തിത്വമാണ്. It functions as a central point of contact across the organization. The department maintains the information and records of all the patients of the hospital. ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ എന്താ പ്രത്യേകത? എല്ലാ ഇൻഫോർമേഷൻസ് അല്ലെ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എല്ലാ ഇൻഫോർമേഷൻസും റെക്കോർഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. It also plays an important role in forming overall impression of the services provided by the organization. നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ ഓരോ പോയിന്റ് ഒക്കെയാണ് ഇവിടെ പറയുന്നത് എടുത്തെടുത്ത്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള നല്ല ഇംപ്രഷൻ അത് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോ സൈക്കാട്രിക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കൂടി ഇതിനോട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നല്ല നല്ല സ്കാനിങ് സെന്ററുകളൊക്കെ ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പേഷ്യന്റിനെ അറിയിക്കുന്നു. നല്ലൊരു ഇംപ്രഷൻ അല്ലെ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നല്ലൊരു ഇംപ്രഷൻ, നല്ല നല്ല ഡോക്ടേഴ്സ് ആണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും അല്ലെ നല്ല ഇംപ്രഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നിലകൊള്ളുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. 2-3 പോയിന്റ് നമ്മൾ കണ്ടു. ഇതാണ് ഫസ്റ്റ് അറൈവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. വീണ്ടും പറഞ്ഞു സെൻട്രൽ പോയിന്റ് ആയിട്ട് നിലനിൽക്കുന്നതാണ് ആ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലെ റിസപ്ഷനിസ്റ്റിനൊക്കെ. പേഴ്സൺ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം റിസപ്ഷനിസ്റ്റ് ആണ്, ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചാൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. then എന്താണ് ഓവറോൾ നല്ല ഇംപ്രഷൻ അല്ലെ നല്ല ഇംപ്രഷൻ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ടും നിലകൊള്ളുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? Then next നമുക്ക് നോക്കാം the front desk position. ക്ലിയർ ആണ്. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യാം അല്ലെ, കണ്ടിന്യൂ ചെയ്ത് പോവാലോ. The front desk position is often the first person that the patient or their well-wishers interact while contacting with the hospital. അതായത് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എപ്പോഴും അല്ലെ റിസപ്ഷനിസ്റ്റിന്റെ മേഖലകളൊന്നും ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് ഈവനിങ് സാർ എന്നൊക്കെ പറയാം അല്ലെ, ഗുഡ് മോർണിംഗ് മാഡം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് പേഷ്യൻസിനെ എല്ലാവരെയും തന്നെ അല്ലെ അവിടെയുള്ള ഡോക്ടേഴ്സിനെ ഒക്കെ ആണെങ്കിലും നമുക്കറിയാം വിഷ് ചെയ്ത് കാണാം അല്ലെ. അപ്പൊ അവരെ എല്ലാവരെയും നല്ല രീതിയിൽ നല്ല പേഴ്സണാലിറ്റി നേച്ചറിൽ തന്നെ വിശ്വസ് കൊടുക്കുന്നത് അല്ലെ
ആരാണ്? നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ് അല്ലെ. The front desk position is often the first person that the patients or their well-wishers interact while contacting with the hospital. So they are essentially the face and the voice of the hospital. അതുകൊണ്ട് തന്നെ അവരെ എന്തെന്നും കൂടി അറിയപ്പെടാം, ഫേസ് ആൻഡ് വോയിസ് അല്ലെ, മുഖവും അല്ലെ, ശബ്ദവും മുഖവും ഒക്കെ അല്ലെ, ഹോസ്പിറ്റലിന്റെ ശബ്ദവും മുഖവും ഒക്കെ ആരാണ് വിശേഷിപ്പിക്കുന്നത്? റിസപ്ഷനിസ്റ്റ് ആണെന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ചിലപ്പോഴെങ്കിലും ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞു വെച്ചപ്പോ അതിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ അത് മനസ്സിലാക്കി എഴുതുക, ആരാണ്? റിസപ്ഷനിസ്റ്റ്. എന്താണ്? For this reason, they play an important role in the reception, representing the organization. അതായത് ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്ത് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു റോളാണ് ഉള്ളത്. നമുക്കറിയാം, പേഷ്യൻസിനെ വെൽക്കം ചെയ്ത് അല്ലെ, നല്ലൊരു സർവീസ് പ്രദാനം ചെയ്താൽ മാത്രമാണ് വീണ്ടും പേഷ്യന്റ് വരികയുള്ളൂ. വീണ്ടും പേഷ്യന്റ് വരികയാണെങ്കിൽ മാത്രമാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ബിസിനസ് നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെ, കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ശരിയല്ലേ? ആണോ? ജസ്റ്റ് അത് വായിച്ചു നോക്കാം. സ്പീഡ് തോന്നുന്നുണ്ടോ? അപ്പൊ ഒന്ന് രണ്ട് പോയിന്റ് ജസ്റ്റ് ചിലപ്പോ ആകെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് വരുള്ളൂ. പക്ഷെ പല രീതിയിൽ നമുക്ക് ചോദിക്കാം. ഒന്നില്ലെങ്കിൽ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഒക്കെ എല്ലാം ഒക്കെയാണ്. അപ്പൊ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ചോദിക്കാം. ചിലപ്പോൾ ഫാമിലി മെമ്പർ ആയിട്ട് തന്നെ കൊണ്ടുവന്ന് ആരാന്ന് ചോദിക്കാം. ചിലപ്പോൾ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏതാന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ അല്ലെ, അവർക്കുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, സിമ്പതി എമ്പതി, അതൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓക്കെ, നമുക്ക് മനസ്സിലേക്ക് ആൻസർ വന്നോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. എന്തായാലും ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോട്ട് ചെയ്ത് പോകും. നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദ ടേം കസ്റ്റമർ മീൻ? എന്താണ് കസ്റ്റമർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? A customer is referred to as individuals or households that purchase goods and services generated with the economy. അതായത് ഒരു കസ്റ്റമർ എന്ന നിലയിൽ നമ്മളെ വീക്ഷിക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് ഉള്ള ഒരു സാമ്പത്തിക അത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക വശം വേണം അല്ലെ. സാമ്പത്തികം എന്താണോ ഉള്ളത് അത് വെച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് തരപ്പെടുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തികം എത്രത്തോളം, നമ്മുടെ എക്കോണമി എന്താണ് അല്ലെ, അത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു സാധനങ്ങൾ വാങ്ങാനായിട്ട് തയ്യാറാവുന്നത്. കസ്റ്റമർ ഈസ് റെഫർഡ് ടു ആസ് ഇൻഡിവിജ്വൽ or households that purchase goods and services generated within the economy. ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഒരു സർവീസോ അല്ലെങ്കിൽ സാധനങ്ങളോ പർച്ചേസ് ചെയ്യാനായിട്ട് വ്യക്തിയെ അല്ലെ, പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയെയാണ് എന്താ പറയുന്നത്? കസ്റ്റമർ എന്ന് പറയുന്നത്. നമ്മൾക്ക് കൊടുക്കുന്ന അല്ലെ, നമ്മുടെ കയ്യിൽ ഒരു പൈസ ഉണ്ട്, നമുക്ക് സാധനം വേണം അല്ലെ. നമ്മുടെ കയ്യിലില്ലാത്ത പൈസ കൊണ്ട് സാധനം മേടിക്കാൻ ചെന്ന കടക്കാരൻ തരുമോ? നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അല്ലെ. നമുക്കറിയുമ്പോ ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ എന്താണ് ആഗ്രഹിക്കുക അല്ലെ. ഇപ്പൊ അതേപോലെ തന്നെ ഹോസ്പിറ്റലാണെങ്കിലും നമ്മുടെ കയ്യിൽ ഫിനാൻഷ്യലി എത്രത്തോളം ഉണ്ട് അതനുസരിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുള്ളൂ അല്ലെ. നമ്മുടെ കയ്യിൽ ഫിനാൻഷ്യലി സൗണ്ട് കുറവാണ് എങ്കിൽ വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് തയ്യാറാവോ? ഇല്ല. ഫിനാൻഷ്യലി സൗണ്ട് ഉള്ളവര് അങ്ങനെ വലിയ വലിയ ഹോസ്പിറ്റലിന്റെ സേവനം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. അതേസമയം കുറവുള്ളവര് അതനുസരിച്ചിട്ടുള്ള ഹോസ്പിറ്റൽ സേവനം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കസ്റ്റമർ ഈസ് റെഫർഡ് ടു ആസ് ദ ഇൻഡിവിജ്വൽ ഓർ ഹൗസ്ഹോൾഡ്സ് ദാറ്റ് പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ജനറേറ്റഡ് വിത്തിൻ ദ എക്കോണമി. സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് സാധനവും സേവനവും പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലെ, മേടിക്കാനായിട്ടുള്ള വ്യക്തികളെ, ആ ഉപഭോക്താക്കളെയാണ് കസ്റ്റമർ എന്ന് മീൻ ചെയ്യുന്നത്. അവിടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യമുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് അനുസരിച്ചിട്ടുമാണ് നമ്മൾ ഒന്നില്ലെങ്കിൽ സേവനം അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കുകയുള്ളൂ. വീണ്ടും നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. The word is historically derived from custom. കസ്റ്റം എന്ന വേർഡിൽ നിന്നാണ് എന്താ കസ്റ്റമർ എന്ന വേർഡ് വന്നിരിക്കുന്നത് അല്ലെ. മീനിങ് ഹാബിറ്റ്. ഹാബിറ്റ് എന്നുള്ള അതിന്റെ മീനിങ് എന്താ പറയുന്നത്? ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ശീലം അല്ലെ.
ശീലം. A customer is someone who frequently consults a particular shop and makes it a habit to purchase the goods from there, and within whom the shopkeeper had to maintain a relationship to keep his or her customer, which means expected purchase in the future. അതായത് നമ്മൾ എപ്പോഴും അല്ലേ, നമ്മൾ ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ പതിവായിട്ട് പോകുന്ന ആളാണെങ്കിൽ അല്ലെ, അങ്ങനെ പോകുന്ന ആളാണെങ്കിൽ അവിടുത്തെ കസ്റ്റമറിനെ വിളിക്കും. നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, അത്രയും വലിയ ബന്ധത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കയ്യിലെ പൈസ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ മാസത്തിനൊരു സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ആ സാലറിയില് 1-2 ആഴ്ചയൊക്കെ നമ്മൾ പോകും, അല്ലെങ്കിൽ നമ്മൾ മിക്കപ്പോഴും പോകുന്ന ഒരു കട. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ അവിടുത്തെ കസ്റ്റമറാണ് അല്ലെ, അങ്ങനെയാണല്ലേ മീൻ ചെയ്യാറുള്ളത്. ഈ ഹാബിറ്റ് എന്ന് പറയുന്ന ശീലം, നമ്മൾ അവിടെ നിന്ന് പോയി മേടിക്കാറുണ്ടോ എങ്കിൽ ഇദ്ദേഹം എന്റെ കസ്റ്റമറാന്ന് പറയില്ലേ ഷോപ്പ് കീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥൻ അല്ലെ, ഉടമസ്ഥൻ പറയും ഇദ്ദേഹം എന്റെ കസ്റ്റമറാണ്, ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്നുള്ളത് അല്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേർഡ് ഈസ് ഹിസ്റ്റോറിക്കലി ഡിറൈവ്ഡ് ഫ്രം കസ്റ്റം എന്നുള്ള ഇതിൽ നിന്നാണ് നമ്മുടെ കസ്റ്റമർ എന്ന പേര് വന്നിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ശീലമാണ്. ദെൻ അദ്ദേഹം എന്താണ്, ഫ്രീക്വന്റ്ലി ഇടയ്ക്കിടയ്ക്ക് ആ പർട്ടിക്കുലർ ഷോപ്പിൽ പോകും. ദെൻ എന്താണ്, അവര് അവിടെ നിന്ന് ഷോപ്പിൽ പോയിട്ട് എന്താ സംഭവിക്കുന്നത്, ഗുഡ്സ് പർച്ചേസ് ചെയ്യും. ദെൻ എന്താ വീണ്ടും പറയുന്നത്, അങ്ങനെ വരുമ്പോൾ അവിടെ അവര് തമ്മിൽ എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. എന്താണ് ആ ഒരു റിലേഷൻഷിപ്പ്, അപ്പൊ ഷോപ്പ് കീപ്പർ എന്താ പറയുന്നത്, ഇദ്ദേഹം എന്റെ കസ്റ്റമറാണ് അല്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ എന്താണ് ഇദ്ദേഹം വിച്ച് മീൻസ് എക്സ്പെക്ടഡ് പർച്ചേസ് ഇൻ ഫ്യൂച്ചർ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ സാറിന് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ കണ്ടില്ലല്ലോ അങ്ങനെ പറയും അല്ലെ. നമ്മളിപ്പോ എല്ലാ ആഴ്ചയും കയറുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഷോപ്പ് കീപ്പർ ചോദിക്കും എന്ത് പറ്റി കഴിഞ്ഞ ആഴ്ച വന്നില്ലല്ലോ എന്ന് പറയും. അല്ലെങ്കിൽ എല്ലാ മാസമാണ് വിസിറ്റ് ചെയ്യണമെങ്കിൽ പറയാം എന്താ, കഴിഞ്ഞ മാസം കണ്ടില്ലല്ലോ, ഞാൻ ഇന്ന സാധനങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ ഇൻഫോം ചെയ്യും അല്ലേ. അങ്ങനെ ഉണ്ടാവാറില്ലേ, അങ്ങനെ അനുഭവപ്പെടാറുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ പോയി മേടിക്കാറില്ല എന്നാ തോന്നുന്നു അല്ലെ, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാറില്ല അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു മീനിങ്ങിലേക്ക് കൊണ്ടുവരുന്നത്, ഒരു ശീലമുള്ള കാര്യത്തിനെ കുറിച്ചിട്ടും ഒരു എന്താണ് കസ്റ്റമർ, ഒരു കൺസ്യൂമർ അല്ലെ, ഒരു എന്താണ് ഉപഭോക്താവ് എന്നുള്ള മീനിങ്ങിലേക്കും കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ് ഈ ഒരു പോയിന്റ്. ദെൻ വീണ്ടും നെക്സ്റ്റ് ഒരു പോയിന്റ് നോക്കാം. കസ്റ്റമർ നീഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഗുഡ്സ് ഓർ സർവീസ് a customer needs to achieve specific goals. Different needs are of varying importance to the customer. അതായത് ഓരോ വ്യക്തിക്കും എന്തെങ്കിലും ആവശ്യമാണോ അല്ലെ, നമ്മളൊരു കടയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിൽ പോകുന്നത് അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കസ്റ്റമറും ഓരോ ഷോപ്പിലേക്ക് പോകുന്നത് അല്ലെ. കസ്റ്റമർ നീഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ്, ഇതെല്ലാം വാരി വലിച്ച് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് എന്താണ് കസ്റ്റമറിന് മീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോസ്പിറ്റലിലെ കസ്റ്റമറായ പേഷ്യന്റ് എന്താണെന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്, കസ്റ്റമർ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങളായിട്ടാണ് ആ ഷോപ്പിലേക്ക് ചെല്ലുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും. ഓക്കെ, അതൊക്കെ ക്ലിയർ ആണ് അല്ലെ. നമുക്കറിയാം, നമ്മള് കടയിൽ പോകണമെന്ന് ആവശ്യമായിരിക്കില്ല മറ്റൊരാള് കടയിൽ വരുമ്പോൾ ഉണ്ടാവുക അല്ലെ. അവർക്ക് അവരുടേതായ ആവശ്യമായിരിക്കും, നമുക്ക് നമ്മുടേതായ ആവശ്യമായിരിക്കും. Then next point നോക്കാം, customer expectations are influenced by culture, values, advertising, marketing and other communications, both with the supplier and with the other sources. അതായത് ചില ഇൻഫ്ലുവൻസ് അല്ലെ, ചില പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അവര് സാധനങ്ങൾ മേടിക്കാനായിട്ട് വരും. ചിലപ്പോൾ ചില അഡ്വർടൈസ്മെന്റ് കൊണ്ട് കണ്ടിട്ടായിരിക്കും മേടിക്കാൻ വരുന്നത് അല്ലെ. കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, ഒരു കടയിൽ കണ്ടുകൊണ്ട് ഇന്ന പരസ്യത്തിൽ കണ്ട സംഭവം അല്ലെ, ഇന്ന കളറുള്ള സാധനം അങ്ങനെയൊക്കെ ആയിരിക്കും അവര് ചോദിക്കും അല്ലെ. അപ്പൊ ചിലതൊക്കെ എന്താണ് സാംസ്കാരിക മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ചില സംസ്കാരങ്ങളോട് കൂടി അല്ലെ ആ ഒരു വാല്യൂവിന് പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വരുന്നത്. ചില നമുക്കറിയാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ ചീപ്പ് റേറ്റിലൊക്കെ കിട്ടുന്നത് ഓർത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വരുന്നത്. ചിലരെന്താണ് നല്ല ആശയവിനിമയം നടത്തിയപ്പോൾ ഇന്ന കടകളിൽ ഇന്ന സാധനമുണ്ട്, നല്ല ഗുണമുള്ള സാധനമാണ്, അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലൊക്കെ പറഞ്ഞു കേട്ടിട്ട് ചിലപ്പോൾ ആ ഷോപ്പിൽ വന്ന് സാധനം മേടിക്കാനായിട്ട് വരുന്നത്. അപ്പൊ പല വ്യത്യസ്ത തരത്തിലുള്ള പ്രചോദനങ്ങളും അല്ലെ, അതൊരു പ്രചോദനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ പേഴ്സൺസിനും സാധനം മേടിക്കാനായിട്ട് ഉപഭോക്താവായിട്ട് ആ കടകളിലേക്ക് ചെല്ലുന്നത്. ഇത് ഹോസ്പിറ്റലിലേക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രത്യേകിച്ചൊന്നും അത് എടുത്ത് പറയുന്നില്ല. പക്ഷെ നമ്മള്
ഹോസ്പിറ്റലിലെ ഒരു കസ്റ്റമർ ആവുന്നതിന്റെ ഒരു പ്രത്യേകതകൾ കൂടി ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലിൽ നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള പൈസകളുടെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുന്നത്. അവിടെ എന്താണ് ചിലപ്പോൾ നല്ല ഡോക്ടറുടെ സേവനം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടായിരിക്കും നമ്മൾ ആ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ പ്രത്യേക ആവശ്യമായിരിക്കും. ചിലപ്പോൾ കാർഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം നേടിയെടുക്കാനായിരിക്കും ആ ഹോസ്പിറ്റലിലേക്ക് ആ ഒരു ഡോക്ടറുടെ സേവനം നേടിയെടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും ആ ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത്, അല്ലെ? അങ്ങനെയുള്ള വ്യത്യസ്ത കാര്യങ്ങളോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഹോസ്പിറ്റൽ തെരഞ്ഞെടുക്കുന്നത്. ജസ്റ്റ് കസ്റ്റമറിന്റെ മീനിങ് എന്താണ് ബിസിനസ് ഫാക്ടറിലൂടെ വിവരിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. ഇൻഫ്ലുവൻസ്ഡ് പോയിന്റ് ജസ്റ്റ് ചോദിച്ചു കാണാറുണ്ട്, കസ്റ്റമർ എക്സ്പെക്ടേഷൻസ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ് മനസ്സിലാക്കി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു പോയിന്റ് ജസ്റ്റ് കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാട്ടോ. എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.